സാധു പെൺകുട്ടികളെ ചുവന്ന തെരുവിലേക്ക് കടത്തിയേക്കലാണല്ലേടാ നിന്റെ ബിസിനസ്? നിന്നെ അയ്യോ വേണ്ട വേണ്ട വേണ്ട, പാവം സണ്ണിമോനെ. സത്യം പറ, ഓൻ എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട്? 10ഓ 15ഓ? സണ്ണി, രഘു, റഹ്മാൻ, ചന്ദ്രൻ, ഇതിലേതാടാ നിന്റെ ശരിയായ പേര്? അവന്റെ ഒരു നാണം. തലയുർത്തുന്ന കൊച്ചു കഴിവറി. എന്നെ ഇനി അടിക്കല്ലേ. രാജൻ എന്നാ എന്റെ ശരിയായ പേര്. പെൺകുട്ടികളെ നീ മയക്കുമരുന്നിന് അടിമകളാക്കി അല്ലേടാ? വാസു, ഇവനെ ലോക്കപ്പ് ചെയ്യൂ. പോടാ. ചേച്ചി ആരോ കാണാൻ വന്നിരിക്കുന്നു. നമസ്കാരം. നമസ്കാരം. ഞാനാണ് നളിനിയുടെ മദർ, മിസ്സസ് സുമിത്ര മേനോൻ. ഇരിക്കൂ. താങ്ക്സ്. 1 മണിക്കൂർ എനിക്ക് റെസ്റ്റ് ഇല്ല, അറിയാമല്ലോ. വനിതകൾക്ക് തുല്യാവകാശത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ് ഞാൻ. പ്രവർത്തനം കൊള്ളാം, പക്ഷേ സ്വന്തം മകൾ കണ്ടവന്റെ കൂടെ കഞ്ചാവ് വലിച്ച് ഉടുതുണി ഇല്ലാതെ ഹോട്ടൽ മുറിയിൽ കിടക്കുന്നത് മിസസ് മേനോന് പ്രശ്നമല്ലെന്നുണ്ടോ? അവൾക്ക് ഈ ബുദ്ധി എങ്ങനെ തോന്നിയെന്ന് എനിക്കറിയില്ല. നല്ല തരത്തിലാണ് ഞാൻ അവളെ വളർത്തിയത്. വളർത്തലിന്റെ വിശേഷം ഞാൻ കണ്ടു. വനിതകൾക്ക് തുല്യപദവി നേടിക്കൊടുക്കാൻ പാടുപെടുന്ന നിങ്ങൾ മകൾക്ക് നഷ്ടപ്പെട്ട മാനം എവിടെ നിന്ന് നേടിയെടുക്കും? ഇപ്പൊ ബോംബെയിലെ ചുവന്ന തെരുവിൽ ശരീരം കൊടുത്ത് മഹാരോഗം വാങ്ങേണ്ട നിങ്ങളുടെ മകളെ ഞാൻ നഴ്സിംഗ് ഹോമിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ നന്ദി പറയില്ലെന്നറിയാം. പോലീസുകാർ നന്ദി അർഹിക്കുന്നവരല്ല. മുടിയും കറുപ്പിച്ച് ചുണ്ടും കവിളും ചുവപ്പിച്ച് കക്ഷവും കാട്ടി നടന്നാൽ എല്ലാമായെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളെപ്പോലുള്ള അമ്മമാരാണ് പെൺമക്കളെ നശിപ്പിക്കുന്നത്. ഒരു സോഷ്യൽ വർക്കർക്ക് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾക്ക് നാണമില്ലല്ലോ എന്നോട് പറയാൻ. വേഗം മോളെ വിളിച്ചോണ്ട് പോയി കല്യാണം കഴിച്ച് വിടാൻ നോക്ക്. നോൺസെൻസ്. എന്താ പേര്? ദേവി. നിങ്ങളെ ജീപ്പ് ഇങ്ങോട്ട് കൊണ്ടുവാ. ശരി സാർ. ആത്മഹത്യാ ശ്രമം ശിക്ഷാർഹമാണെന്ന് അറിയില്ലേ? അറിയാം, പക്ഷേ ഈ സാഹചര്യത്തിൽ ഞാൻ ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ ശിക്ഷ. കുടുംബ വഴക്കാണോ നിങ്ങൾ ഇതിന് പ്രേരിപ്പിച്ചത്? സാധാരണ വഴക്കുകൾ എല്ലാ കുടുംബത്തിലും ഉണ്ടാകാറുള്ളതല്ലേ സാറേ? ഇത് അതല്ല. പിന്നെ തുറന്നു പറയൂ. പണവും പ്രതാപവുമുള്ള ഒരു വലിയ കുടുംബത്തിൽ പിറന്നവളാ ഞാൻ. വീട്ടുകാരുടെ വാക്കുകളെ ധിക്കരിച്ചുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഞാൻ ഇറങ്ങിപ്പോന്നു. ഇതിനിടയിൽ എന്റെ അച്ഛൻ മരിച്ചു. ഇപ്പൊ ഹസ്ബൻഡ് പറയുന്നത് വീട്ടിൽ ചെന്ന് ഓഹരി വാങ്ങിച്ചുകൊണ്ട് വരണമെന്നാ. ഞാൻ അതിനെ എതിർത്തപ്പോ അയാൾ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അതിന് ആത്മഹത്യ ചെയ്യണമെന്നുണ്ടോ? ഇതൊക്കെ പരിഹരിക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. നിങ്ങളുടെ ഭർത്താവിനോട് ഞാൻ നേരിട്ട് സംസാരിക്കാം. അത് വേണ്ട സാർ.
എന്നെ വേണമെങ്കിൽ ചുറ്റിച്ചോളൂ, ഞാൻ ജയിലിൽ കിടന്നോളാം. എന്നാലും എനിക്കിനി അയാളോടൊത്ത് ജീവിക്കണ്ട. പെട്ടെന്നുള്ള വികാരം കൊണ്ട് ഇങ്ങനെ പലതും തോന്നും. ഏതായാലും നിങ്ങൾ എന്റെ കൂടെ വരൂ. സാറേ, ഇവളുടെ അച്ഛൻ മരിച്ച സ്ഥിതിക്ക് സ്വത്തിന് അവകാശികളായിട്ട് ഇവളും ഇവളുടെ സഹോദരൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇഷ്ടപ്പെട്ടവരത്തിനെ കുറിച്ച് ഇറങ്ങിപ്പോന്ന് കരുതി സ്വത്തിന് അവകാശമില്ലെന്ന് പറയാൻ നിയമമുണ്ടോ? ഓഹരി വാങ്ങിക്കൊണ്ട് വരാത്തതിന് ഭാര്യ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്ന് ഏത് നിയമത്തിലാ പറഞ്ഞിട്ടുള്ളത്? ഞാൻ പറഞ്ഞ അനുസരിക്കാത്തോളം വീട്ടിൽ കയറി താമസിക്കുകയാണെന്നാണോ സാർ പറയുന്നത്? അപ്പൊ അന്ന് നിങ്ങൾ ഇവരെ സ്നേഹിച്ചത് ഈ സ്വത്തിന് വേണ്ടി മാത്രമായിരുന്നു? അങ്ങനെയാകാനേ വഴിയുണ്ട് സാറേ. അതുകൊണ്ടല്ലേ ഓഹരി ചോദിക്കാത്തതിന് എന്നെ തെരുവിലിറക്കി വിട്ടത്. നിന്റെ വീട്ടുകാരുടെ സമ്മതത്തോടെയാണ് നമ്മുടെ വിവാഹം നടന്നിരുന്നെങ്കിൽ ശ്രീധനവും ഈ ഓഹരിയൊക്കെ അവർ തരേണ്ടതല്ലേ? ഞാനിപ്പോ ചോദിക്കാൻ എന്താ അത്ര തെറ്റ്? കഴിഞ്ഞതൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ലല്ലേ? മരിക്കേണ്ടി വന്നാലും ഇനി എന്റെ വീടിന്റെ പടി ചവിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ അന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നത്? സാറിനറിയാമോ, അച്ഛൻ മരിച്ചിട്ട് ശവം പോലും എന്റെ വീട്ടുകാരെന്നെ കാണിച്ചില്ല. ആ സ്ഥലത്തേക്ക് ഇനി ഞാൻ എങ്ങനെ ഓഹരിയും ചോദിച്ചുകൊണ്ട് ചെല്ലും? നിങ്ങൾ വിവരമുള്ള ഒരു ചെറുപ്പക്കാരനല്ലേ? ഈ സ്വത്തിന്റെ പേരിൽ ഇത്രയും നീചമായൊരു നിലപാട് ഇവരോട് സ്വീകരിക്കുന്നത് എന്തിനാണ്? അല്പം താമസിച്ചാലും നിയമപരമായി അത് നിങ്ങൾക്ക് സ്വീകരിക്കാമല്ലോ. സാറ് പറയുന്നതൊക്കെ ശരിയാ, പക്ഷെ അന്നും ഇവിടെ സമ്മതിക്കണ്ടേ? ഇപ്പോൾ സാറിന് കൂടെ ബോധ്യമായല്ലോ ഇയാൾ എന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് സ്വത്തിനെയാണെന്ന്. സാറ് തന്നെ പറയൂ, ഞാൻ എന്ത് ചെയ്യണം? മിസ്റ്റർ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ നാട്ടിൽ നടക്കുന്ന സ്ത്രീകളുടെ ആത്മഹത്യകളുടെയും കൊലപാതകത്തിന്റെയും പിന്നിൽ ഇങ്ങനെയുള്ള സ്വത്തിന്റെയും സ്ത്രീധനത്തിന്റെയും പ്രശ്നങ്ങളാണുള്ളത്. ഇവരെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതിന് വേണമെങ്കിൽ ഈ നിമിഷം നിങ്ങൾ എനിക്ക് അറസ്റ്റ് ചെയ്യാം. വേണ്ട സാർ, അവരിവിടെ സുഖമായി ജീവിച്ചോട്ടെ. ഞാൻ ഈ നാട് വിട്ട് എവിടെങ്കിലും പോയി എന്തെങ്കിലും ജോലി ചെയ്ത് കഴിഞ്ഞുകൂടിക്കൊള്ളാം. നിൽക്കൂ, ദേവിയെ ഞാനിപ്പം എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. നിങ്ങൾ നാളെ കാലത്ത് സ്റ്റേഷനിൽ വന്ന് എന്നെ കാണണം. വരൂ. മടിച്ചൊരു സല്യൂട്ട്. ഞാനും ഇപ്പൊ ഒരു അഡീഷണൽ സബ് ഇൻസ്പെക്ടർ ആകേണ്ടതാ. അതിനുള്ള എല്ലാ ക്വാളിഫിക്കേഷനും എനിക്കുണ്ട്. ഉണ്ടോ മെരിറ്റ് ആ ക്വാളിഫിക്കേഷൻ. നിങ്ങൾ നാളെ ഇതുവരെ ഏതെങ്കിലും ഒരു കേസ് തെളിയിച്ചിട്ടുണ്ടോ? അതെങ്ങനെ? എനിക്കൊരു ചാൻസ് തരണ്ടേ? നിങ്ങളെല്ലാം കോവളം കുട്ടപ്പന്റെ വേഷവും കെട്ടി നടന്ന് കേസ് തെളിയിച്ചാൽ ഞാൻ എവിടെ കൊണ്ടിട്ട് തെളിയിക്കാനാ? ഇനിയെങ്കിലും ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളൊന്ന് പഠിക്കാം മാളുമേ. ഇത്രയും വർഷത്തെ സർവീസ് ആയല്ലോ. ഈ CRP എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാവോ? അറിയാമോന്നോ? 2 തവണ എന്നെ കല്യാണം ആലോചിക്കാൻ വീട്ടിൽ കയറി വന്നു. 2 തവണയും ഞാൻ തിരക്കി വിട്ടു. ആരെ? CRPയെയോ? ഓ, നമ്മുടെ CR പരമോ, കോൺട്രാക്ടർ, പണക്കാരനാ, അബുകാരി. മാളുമേ, നിങ്ങക്ക് പ്രമോഷൻ അല്ല ആവശ്യം. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. എവിടെ ഡ്യൂട്ടി? വിമൻസ് കോളേജിൽ. അതിലാടി കടക്കേണ്ടി വരും. അതൊക്കെ ഞാൻ കേറിക്കോളാം. മെയിൻ ഗേറ്റിലൂടെ അകത്ത് പോകാവൂ, എങ്കിലേ മുഴുവനോടെ കടക്കും. ഞാനും ഇത് നോട്ട് ചെയ്തു. എന്താ വേണം എത്ര ചിരിക്കാൻ? नमस्कार। നമസ്കാർ. कौन है तुम? आप बॉम्बे वाला है उस्ताद जी? जी हाँ. आपका नाम चल्लप्पा जी है? हाँ ബിൽക്കുൽ. अच्छा, മലയാളം മാലും ഹേ? ബിൽക്കുൽ. ഈ നമ്മുടെ സണ്ണിയുടെ എഴുത്താണ്. റാസ്കൽ. തുമക്കോ നഹീ ഉസ്കോ. അവൻ കഴിഞ്ഞോണം എന്നെ പറ്റിച്ചതാ. അയ്യോ, അവനെ കുറ്റം പറയണ്ട. അവനെ പോലീസ് തപ്പി അകത്ത്. ബദ്മാഷ്. തുമക്കോ നഹീ ഉസ്കോ. ആഹാ. അവൻ 1000 രൂപ അഡ്വാൻസും പറ്റിയതാ. അണ്ണന്റെ ഒറിജിനൽ പേര് ചെല്ലപ്പൻ എന്നല്ലേ? പാമ്പി ചെന്നപ്പോ ചെല്ലപ്പാജി എന്നാക്കി. അത് ശരി. സ്വന്തം സ്ഥലം വാക്സിനേഷൻ. അണ്ണനെ പറ്റിയ സ്ഥലം. പിന്നെ ആ സണ്ണിയുടെ ബിസിനസ് ഒക്കെ ഇപ്പൊ ഞാനാ നോക്കുന്നത്. നല്ല സാധനങ്ങൾ വല്ലതും കയ്യിലുണ്ടോ? അല്ലെങ്കിൽ ഈ ബിസിനസ് എടുത്തിട്ട് കാര്യമൊന്നുമില്ല. देखो, अच्छा है, बहुत अच्छा है. क्या सुंदर है, क्या सेक्सी है. 15,000 ഒരു ഒറ്റ പൈസ കുറയില്ല. അങ്ങനെ വേണമെങ്കിൽ കബൂലാക്കിക്കോ. ഇല്ലെങ്കിൽ ചലോ ബോംബെ. ഇന്ന് രാത്രി വണ്ടിക്ക് തന്നെ ഉണ്ടാവാൻ പറ്റുമോ? ഇന്ന് രാത്രി വണ്ടിക്ക് തന്നെ കൊണ്ടുപോകണം. പെണ്ണുമോഷണമാണ്, ടക്കം നടക്കണം. ठीक है. बिल्कुल है.
ഞാൻ വിളിക്കൊന്ന് കാണട്ടെ. ഇത്ര ആവേശമുണ്ട് ചെല്ലപ്പെണ്ണ. അല്ല, കണ്ടിട്ട് പണം തരാൻ പറ്റൂ. മതി മതി, കണ്ടാ മാത്രം മതി. ഞാൻ അഡ്വാൻസ് പോലും കൈപ്പറ്റിയിട്ടില്ല, അത് ഓർമ്മ വേണം. കൊച്ചു കള്ളാജി, ചെല്ലപ്പാജി, അകത്തേക്ക് ചെല്ലാജി. പിന്നെ देखने को बहुत अच्छा लगता है. ആ. ഏ? അകത്ത് ഗാനം വേണയോ? അമ്മാളുമ്മയുടെ മനസ്സ് മാറൂ.